നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഗാന്ധിമുക്ക് മുതൽ SP ഓഫീസ് ETC വരെയുള്ള പുതുക്കി പണിത റോഡ് കഴിഞ്ഞ ചൊവ്വാഴ്ച മുതൽ നാട്ടുകാർക്കായി തുറന്നു നൽകി. ഈ റോഡ് നാട്ടുകാർ ഒരു ഭാഗ്യം പോലെയാണ് കാണുന്നത്. കുണ്ടും കുഴികളുമില്ലാതെ നിരപ്പായ റോഡിലൂടെയാണ് ഇപ്പോൾ നാട്ടുകാരുടെ സഞ്ചാരം. പണ്ട് റോഡിന്റെ ഇരുവശങ്ങളും നിറയെ മാലിന്യവും കാടുപിടിച്ചു കിടക്കുകയാണെങ്കിൽ ഇന്ന് മാലിന്യവും കാടുമില്ലാത്ത നല്ല വൃത്തിയുള്ള റോഡാണിത്. ഞാൻ ശശിധരൻ പിള്ള, ഗ്രാമവികസന വകുപ്പിൽ നിന്ന് റിട്ടയറായ ഉദ്യോഗസ്ഥനാണ്. ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടിയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. ഈ റോഡ് ഇപ്പോൾ ഒരു നാഷണൽ ഹൈവേ മാതിരിയാണ്. ഞങ്ങളെല്ലാം സന്തുഷ്ടരാണ്. കാരണം ഈ റോഡ് വരുന്നതിന് മുമ്പ് ഉള്ള റോഡിൻ്റെ സ്ഥിതി എന്ന് പറയുന്ന റോഡിൻ്റെ രണ്ട് സൈഡിലും കാട് കയറി നാട്ടുകാരവിടെ വേസ്റ്റ് ഇട്ട്, അതുപോലെ റോഡിൻ്റെ പല ഭാഗങ്ങളിലും കുണ്ടും കുഴിയുമായി. തമാശയ്ക്ക് പറഞ്ഞാൽ എറണാകുളവും കായംകുളവുമായി കിടക്കുന്ന ഒരു റോഡായിരുന്നു ഇത്. പക്ഷേ ഇപ്പോൾ വളരെ ബ്യൂട്ടിഫുള്ളായി ഒരു നാഷണൽ ഹൈവേയുടെ സ്റ്റാറ്റസിലേക്ക് നമ്മുടെ റോഡ് ഉയർന്നു എന്നുള്ളത് സന്തോഷകരമാണ്. പക്ഷേ ഇപ്പോൾ ചിലർക്കൊക്കെ ഉള്ളൊരു ബുദ്ധിമുട്ട്, റോഡിൻ്റെ സൈഡിൽ വേസ്റ്റ് ഇടാനൊക്കത്തില്ല. വാഹനങ്ങൾ വളരെ സ്പീഡിലാണ് ഇതുവഴി ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വളരെ സന്തോഷകരമാണ് ഇങ്ങനെ റോഡ് ഇവിടെ വന്നത്. സ്വല്പം ഡിലേ സംഭവിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത് സാങ്ഷനായി ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ സ്വല്പം താമസമുണ്ടെങ്കിലും നമ്മുടെ ധനകാര്യമന്ത്രിയുടെ പ്രത്യേക ശ്രദ്ധ ഉണ്ടായതുകൊണ്ടാണ് ഇത്ര മനോഹരമായി ഇത് ചെയ്യാൻ കഴിഞ്ഞത് എന്നാണ് ഞങ്ങൾ നാട്ടുകാരുടെ വിശ്വാസം. ഇത് ഗാന്ധിമുക്കിൽ നിന്നും ETC വരിലേക്ക് പോകുന്ന ഇട റോഡാണ്. റീതാറിങ് എല്ലാം ചെയ്ത് നല്ല വൃത്തിയാക്കിയിട്ടിരിക്കുകയാണ്. SP ഓഫീസിലേക്ക് വരുന്ന വഴിയും ETCയിലേക്ക് പോകുന്ന വഴിയും എല്ലാം ചേർന്നുള്ള ഒരു നല്ലൊരു റോഡായിട്ട് മാറ്റിയിരിക്കുന്നു. ഇതിനു വേണ്ടി മന്ത്രിമാരെല്ലാം പ്രവർത്തിച്ചു. ഇവിടുത്തെ വാർഡ് 17-ാം വാർഡ് മെമ്പറായ ഗോപകുമാർ അവരുടെ നേതൃത്വത്തിലാണ് ഈ റോഡ് നന്നാക്കാൻ തീരുമാനമായത്. അല്ല, 1,20,00,000 രൂപ ചിലവാക്കി എന്തായാലും റോഡ് നല്ല വൃത്തിയാക്കിയിരിക്കുന്നു. ജനങ്ങൾക്കെല്ലാം വളരെ ഉപകാരപ്രദമായിരിക്കുന്നു. നേരത്തെ ഈ റോഡ് മൊത്തം വേസ്റ്റൊക്കെ കൊണ്ടിട്ട് അലങ്കോലമാക്കി കാടും കയറി കിടന്നതായിരുന്നു. ഇപ്പം എല്ലാം കാടും ഇല്ല, വേസ്റ്റ് ഇടുന്നില്ല, എല്ലാം നല്ല നന്നായിട്ട് തന്നെ നടക്കുന്നു. എന്തായാലും ആളുകൾക്കെല്ലാം വളരെ ഉപകാരമായി. എൻ്റെ സ്വന്തം സ്ഥലം കടലാവള. പിന്നെ ഞങ്ങൾ ഇവിടെ വാടകയ്ക്ക് താമസിക്കുക. അപ്പോൾ ഇവിടെ ആശുപത്രിയൊക്കെ ഇട്ടത് കൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. റോഡ് നല്ല ഇപ്പം വണ്ടിയെല്ലാം പോകാൻ സൗകര്യമുണ്ട്. എൻ്റെ പേര് ഗീതാകുമാരി. ഞാനിവിടെ ഗാന്ധിമുക്ക് NSS 1325 നമ്പർ NSS കരയോഗത്തിലെ വനിതാ വിഭാഗത്തിൻ്റെ പ്രസിഡൻ്റായിട്ട് നിൽക്കുന്നു. അപ്പോൾ കരയോഗ കെട്ടിടത്തിൽ വെച്ചിട്ടാണ് ഞാനിപ്പോൾ സംസാരിക്കുന്നത്. ഞങ്ങളുടെ റോഡിനെ പറ്റിയുള്ള അഭിപ്രായമാണ് ഇപ്പോൾ മെയിനായിട്ട് വേണ്ടുന്നത്. ഞങ്ങളുടെ റോഡ് വളരെയധികം മോശ അവസ്ഥയിൽ കിടന്നൊരു റോഡാണ്. പക്ഷേ ഇപ്പോഴത് നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യമുള്ളൂ, വണ്ടികളെല്ലാം ഭയങ്കര സ്പീഡിലാണ് വരുന്നത്. അപകട മേഖലയിലുള്ളൊരു റോഡായിട്ട് ഇപ്പോൾ ഇത് വരുന്നത്. കാരണം ഒരുപാട് പേര് ഇറക്കം ഇറങ്ങി വരുന്നത് ഭയങ്കര സ്പീഡിൽ വരും. അവിടെ കുറച്ച് ഭാഗത്തേക്ക് ഇടുങ്ങിയ സ്ഥലമുണ്ട്. അവിടെ ഏതായാലും അപകടം നടക്കേണ്ടുന്ന ഒരു സ്റ്റേജിലാണ് വന്നേക്കുന്നത്. വയ്ക്കുമെന്ന് പറയുന്നത്, വയ്ക്കുന്നുണ്ടെന്ന് പറയുന്നിട്ട് ബമ്പോ അല്ലെങ്കിൽ അതിന് വേണ്ടി സ്പീഡ് കുറയ്ക്കാൻ വേണ്ടി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമെന്ന് വാർഡ് മെമ്പറൊക്കെ പറഞ്ഞേക്കുന്നത്. പിന്നെ വാർഡ് മെമ്പറുടെയൊക്കെ പരിശ്രമ ഫലമായി അനിതാ ഗോപകുമാറായിരുന്നു. നല്ല പരിശ്രമ ഫലമായിട്ടാണ് അത് ചെയ്തേക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഉദ്ഘാടനമൊക്കെ മന്ത്രി ബാലഗോപാൽ സാറൊക്കെ വന്നിട്ടാണ് ഇത് നടത്തിയിരുന്നത്. വളരെയധികം ആളുകൾ അതിനകത്ത് ജനപങ്കാളിത്തം. കാരണം എല്ലാവരുടെയും ഇവിടുന്ന് ETC വരെയുള്ള ജനങ്ങളുടെ എല്ലാ ആവശ്യമാണ് ഈ റോഡ് നല്ലതാണ്. കാരണം ഒരുപാട് വണ്ടികൾ പോകുന്ന റോഡും കൂടാണ്. അത് മെയിൻ റോഡ് ബൈ റൂട്ട് ആയതിൻ്റെ പേരിൽ ഒരുപാട് വണ്ടികൾ ബ്ലോക്കിലേക്ക് പോകാനും ഒക്കെയുള്ള സൗകര്യങ്ങൾ ഇവിടെ നടത്തിയെടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെയുള്ള ജനങ്ങൾക്കെല്ലാം വളരെ സന്തോഷമാണ് ഈ റോഡ് ശരിയാക്കി. ഞങ്ങൾക്കും അതുകൊണ്ട് സന്തോഷമാണ്. കാരണം ഞങ്ങളൊക്കെ ഇവിടെ അടുത്ത താമസക്കാരായതുകൊണ്ടും ഞങ്ങൾക്കൊക്കെ വളരെ സന്തോഷമുള്ള കാര്യമാണ്. അതിന് ഞങ്ങൾക്കൊന്നും വലിയ പരാതികളൊന്നുമില്ല. നല്ലതായിട്ട് നടക്കണം. ഇങ്ങനെ തന്നെ പുരോഗമനം ഉണ്ടാവണം. വളരെ പെട്ടെന്നാണ് ഈ റോഡൊക്കെ ശരിയാക്കിയെടുത്തത് അവർ. അങ്ങനെ വാർഡ് മെമ്പറുടെ കഴിവ് തന്നെ ഒരുപാടുണ്ട് അതിനകത്ത്. നമ്മളെന്തായാലും അത് അംഗീകരിച്ചേ പറ്റത്തുള്ളൂ. അവർ നടന്നിട്ടായാലും ഒരുപാട് കാര്യങ്ങൾ എല്ലാ ഭവനങ്ങളിലും കയറി ഇറങ്ങിയാണ് അവർ ഓരോ കാര്യങ്ങളും അറിയിക്കുകയൊക്കെ ചെയ്യുന്നത്. നല്ലൊരു വാർഡ് മെമ്പറാണ് നമുക്ക് കിട്ടിക്കുന്നത്, അനിതാ ഗോപകുമാറിനെ.